വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. കൈകോർക്കാം വയനാടിനായി. ഈ മെസ്സേജിൽ പറയുന്ന പ്രകാരം മരുന്നോ ഭക്ഷണമോ വസ്ത്രമോ ഒക്കെ ഈ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും ആവശ്യമുണ്ട്. പക്ഷേ അത് എവിടെ എത്തിക്കണം എന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ലാത്തതുകൊണ്ട് പല ക്യാമ്പുകളിലേക്കും ആളുകൾ നേരിട്ടെത്തുകയാണ്. ആദ്യം പറയാം, ഒരു നമ്പർ, ബന്ധപ്പെടാൻ നമ്പർ എന്ന രീതിയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 9605398182 എന്ന് പറയുന്ന നമ്പറാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എത്തിക്കേണ്ടത് ഒന്നുകിൽ ജില്ലാ കലക്ട്രേറ്റിലേക്കാണ് നേരിട്ട്, അല്ലെങ്കിൽ കലക്ട്രേറ്റിൽ ഇത്തരത്തിലുള്ള എല്ലാ ഭക്ഷണ വസ്തുക്കളും എല്ലാ സഹായ ഹസ്തങ്ങളും നേരിട്ട് സ്വീകരിക്കാൻ സെന്റ് ജോൺസ് UP സ്കൂൾ കൽപ്പറ്റയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും നേരിട്ട് ഇത്തരം ക്യാമ്പുകളിലേക്ക് എത്തിക്കുക. പലരും ഇവിടേക്ക് എത്തുന്നതും ഈ ഭക്ഷണ വസ്തുക്കളും മെഡിസിൻസും ഒക്കെ ആയിട്ടാണ്. അവർ നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കോഴിക്കോട് നിംസ് അക്കാദമിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ സെന്റ് മാർട്ടിൻ ഹോസ്പിറ്റലിന് വരുന്നത്. എല്ലാവർക്കും എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ഞങ്ങൾ ഫുഡ്, അതേപോലെ തന്നെ മെഡിസിൻസ്, ഇഞ്ചക്ഷൻ, പാഡ്, അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തു? നേരിട്ട് ഇവിടെ കൊടുത്തു? നേരിട്ട് ഇവിടെ കൊടുത്തു. ഇവിടെയാണ് ശരിക്കും ഇത് കൊടുക്കേണ്ടിയിരുന്നത്, അവിടെ കൽപ്പറ്റയിൽ ആണ്. മിനിസ്റ്റർ അടുത്ത് കൊടുക്കാനായിരുന്നു താല്പര്യം. പക്ഷെ സാഹചര്യം അതിന് നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് നേരിട്ട് തന്നെ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏത് കോളേജ്? ഇത് നമ്മൾ സെന്റ് മാർട്ടിൻ നിന്നാണ് വരുന്നത്. നമുക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാവരും കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇപ്പം നമ്മളിവിടെ കൊണ്ടുതന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത് ഈ കൽപ്പറ്റയിലുള്ള ക്യാമ്പുകളിലേക്ക് നേരിട്ടെത്തിച്ചാൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, അവർക്ക് ഏത് ക്യാമ്പിലാണോ ആവശ്യമുള്ളത് ആ ക്യാമ്പിലേക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓരോ ക്യാമ്പിലും ഓരോ വ്യത്യസ്ത തരം ആവശ്യങ്ങളാണ്. ആ ക്യാമ്പുകളുടെ ആവശ്യം മനസ്സിലാക്കി ഏത് ക്യാമ്പിലാണോ ഏത് വസ്തുക്കളാണോ ആവശ്യമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അത് വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വയനാട്ടിലേക്ക് സഹായ വസ്തുവുമായി എത്തുന്ന ആളുകൾ കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറുമായി ബന്ധപ്പെട്ട് വേണം സഹായ ഹസ്തങ്ങൾ എത്തിക്കാൻ. ക്യാമറമാൻ ലിമേഷിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.